വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂൾ 3-ലെ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ബിഫോർ കാൽക്കുലേറ്റിംഗ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, an attempt may be made to calculate the cost of each components of capital, such as overall cost of capital കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓരോ ഈച്ച് കമ്പോണൻസിൻ്റെയും കോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയി കാൽക്കുലേറ്റ് ചെയ്യണം. അതേതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, സെക്കൻഡ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ, തേർഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ഫോർത്ത് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്താണെന്ന് നോക്കാം. Cost of debt. If capital is the foundation of business, debt is the superstructure. Debts are liabilities of the firm. Debt capital comprises of debentures, bonds, long-term loans. Cost of debt means the payment of interest on debentures or bonds or loans from financial institutions. നമുക്കറിയാം, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻസിൻ്റെ ഫൗണ്ടേഷൻ ക്യാപിറ്റലിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇതിൽ ഡിബെഞ്ചേഴ്സ്, ബോണ്ട്സ്, ലോങ് ടേം ലോൺസുകൾ എന്നിവ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇവയ്ക്ക് നൽകുന്ന ഇൻട്രസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഡിബെഞ്ചേഴ്സ് എല്ലാം ബോണ്ട്, ഇവയ്ക്ക് നമുക്ക് ഇൻട്രസ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്ന ആ ഇൻട്രസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. നെക്സ്റ്റ്, cost of irredeemable debt. Irredeemable debts are also known as perpetual debt. Perpetual or irredeemable debt are the debts which are not repayable during the life of the company. These are repayable only on the liquidation of the company. അപ്പോൾ കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലൈഫ് ഓഫ് പീരീഡ് ടൈമിൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റീപേബിൾ ചെയ്യാത്ത ഡെപ്റ്റുകളെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുക. എപ്പോഴാണ് റീപേ ചെയ്യുന്നത്, കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും അതിനുള്ള എമൗണ്ട് തിരിച്ചടയ്ക്കുകയുള്ളൂ. ഇതിനാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെബഞ്ചേഴ്സ് ഉണ്ട്, അതുപോലെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെബഞ്ചേഴ്സ് ഉണ്ട്. ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെബഞ്ചേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന KD കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. KD എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസിക്കൽ ടു I ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100. I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, NP എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രിൻസിപ്പളാണ്. ഇനി സെക്കൻഡ് കാൽക്കുലേഷൻ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെബഞ്ചേഴ്സ്, KD എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസിക്കൽ ടു I ഇൻറ്റു 1 മൈനസ് T ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100. I എന്താണെന്ന് നമുക്കറിയാം, ഇൻട്രസ്റ്റ്. T എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് ആണ്. ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ഓരോ സെക്യൂരിറ്റികളുടെയും കാര്യം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, വെൻ ഡെപ്റ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് പാർ വാല്യൂയിലാണ് നമ്മൾ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നെറ്റ് NP ഈസിക്കൽ ടു ഫേസ് വാല്യൂ മൈനസ് ഫ്ലോട്ടേഷൻ എക്സ്പെൻസ് ഓർ ഇഷ്യൂ എക്സ്പെൻസ് ആണ്. വെൻ ഡെപ്റ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയത്തിൻ്റെ ബേസിലാണ് ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ NP ഈസിക്കൽ ടു ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം മൈനസ് ഇഷ്യൂ എക്സ്പെൻസ് ആണ്. വെൻ ഡെപ്റ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് റേറ്റിലാണെന്ത് ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ NP ഈസിക്കൽ ടു ഫേസ് വാല്യൂ മൈനസ് ഡെപ്റ്റ് മൈനസ് ഇഷ്യൂ എക്സ്പെൻസസ് ആണ്. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് നോക്കാം. യൂഷ്വലി ദ ഡെപ്റ്റ് ഈസ് ഇഷ്യൂഡ് ടു ബി റിഡീംഡ് ആഫ്റ്റർ എ സർട്ടൺ പീരീഡ് ഡ്യൂറിങ് ദി ലൈഫ് ഓഫ് എ ഫേം. എന്താണ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി ഒരു സർട്ടൻ പീരീഡിന് ശേഷം എന്താണ് തിരിച്ചടയ്ക്കാം എന്ന കണ്ടീഷനോടുകൂടി ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെപ്റ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി. നെക്സ്റ്റ്,
Cost of preference share capital. Preference shares carry a fixed rate of dividend. It is dividend before equity dividends paid. അല്ലേ? അപ്പോൾ എന്താ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസുകൾക്ക് ഒരു ഫിക്സഡ് റേറ്റ് ഡിസ്കൗണ്ട് നൽകേണ്ടതുണ്ട് അല്ലേ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നൽകുന്നതിന് മുമ്പ് തന്നെ അത് നൽകുന്നു. അങ്ങനെ വരുന്ന കോസ്റ്റിനെയാണ് ഇത് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുക. Next, cost of equity share capital. It is very difficult to calculate the cost of equity capital when compared to debentures and preference capital. The main reason is that the equity dividend is not fixed. It varies from year to year depending upon the profit earned by the company. Risk factor also always an important role in deciding the rate of equity dividend. നമുക്ക് നോക്കാം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഡിബഞ്ചറുകളുമായും പ്രിഫറൻസ് ഷെയറുകളുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയറുകളുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽറ്റിയാണ് അല്ലേ? റീസൺ എന്താണ്? ഇക്വിറ്റി ഷെയർസ് നൽകുന്ന ഡിവിഡൻഡ് ഫിക്സഡ് അല്ല. കമ്പനികൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് അനുസരിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. The cost of equity capital is the minimum rate of return that the company must earn on its equity share capital. It is a return which the shareholders expects on his investment. Thus, the cost of equity capital may be defined as the minimum rate of return that a minimum must return on the equity investment so that market value of shares remains unchanged. അല്ലേ? കമ്പനിയുടെ ഷെയറുകളുടെ മാർക്കറ്റ് വാല്യൂ കുറയാതെ നിലനിർത്താൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? നേടേണ്ട ഏറ്റവും കുറഞ്ഞ പ്രോഫിറ്റ് റേറ്റിനെയാണ് ഇത് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് 4 മെത്തേഡ്സ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കറിയാം, ഫസ്റ്റ് പോയിന്റ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്, ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. തേർഡ് ഏണിംഗ് പ്രൈസ് മെത്തേഡ്. ഫോർത്ത് റിയലൈസ്ഡ് ഈൽഡ്സ് മെത്തേഡ്. അതിൽ ഫസ്റ്റ് പോയിന്റ് dividend yield method. This method is based on the assumption that each shareholder, while investing his savings in the company, expects to receive dividends at least at the current rate of return. Therefore, dividend received or expected is capitalized by the market value of the shares to ascertain the cost of shares. This method is also known as dividend price ratio method. അപ്പോൾ എന്താക്കാം, ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോനെ നമുക്ക് മറ്റൊരു പേരും കൂടി പറയപ്പെടാറുണ്ട്, ഡിവിഡൻഡ് പ്രൈസ് റേഷ്യോ മെത്തേഡ് എന്ന്. എന്താണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്ന്? ഒരു ഷെയർ ഹോൾഡർ കമ്പനിയിൽ തങ്ങളുടെ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള പ്രസൻറ്റ് റേറ്റ് എങ്കിലും ഡിവിഡൻഡ് ഇൻകം ലഭിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന അസംഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ രീതി അഡോപ്റ്റ് ചെയ്യുക. അതിനാൽ തന്നെ നമുക്ക് എന്തറിയാം, ദെർഫോർ ഇക്വിറ്റി ഷെയറിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻറ്റിനെ മാർക്കറ്റ് വാല്യൂ ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് ഈ മെത്തേഡ് കൊണ്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പോൾ എന്താണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയറുകളുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻറ്റിനെ മാർക്കറ്റ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡിനാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിൻ്റെ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കാം. മെറിറ്റ് സൈഡ്, ദിസ് അപ്രോച്ചസ് ഈസ് സിമ്പിളാണ്. ഈ അപ്രോച്ച് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളാണെന്നാണ് അതിൻ്റെ മെറിറ്റ്സ് പറയുന്നത്. ഡിമെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് അവേഴ്സ് ഫ്രം ദി ഫോളോയിങ് ലിമിറ്റേഷൻസ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ചേഞ്ചസ് ഓഫ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ഷെയർ പ്രൈസ് ഇൻക്രീസ്
ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ചേഞ്ചസ് അതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ഫസ്റ്റ് പോയിന്റിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതാണ് അതിൻ്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ. ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്, അതിൽ നിന്ന് ചേഞ്ചസ് വരുമ്പോൾ എന്താണ് അത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല മെത്തേഡിൽ. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഇഗ്നോർസ് ദ ഇമ്പാക്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഷെയർ വെക്കാതെ തന്നെ കീപ്പ് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഇതിനെ കൺസിഡർ ചെയ്യുന്നില്ല, ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നു എന്നാണ് പറയുക. ഷെയർ വെക്കാതെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്, ഇതിനെ അവോയ്ഡ് ചെയ്യുന്നു. തേർഡ് പോയിന്റ്, ദ റീറ്റെയിൻഡ് ഏർണിങ്സ് അഫക്റ്റ് ബോത്ത് ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് ആൻഡ് ദി എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് പെയ്ഡ്. തേർഡ് പോയിന്റ് എന്നാൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ഷെയറുകളുടെ മാർക്കറ്റ് പ്രൈസിനെയും അതുപോലെ ഡിവിഡൻഡ് നൽകുന്ന ഡിവിഡൻഡ് എമൗണ്ടിനെയും ഒരേപോലെ എന്താണ് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് അണ്ടർസ്റ്റാൻഡ്. ഇതാണ് എൻ്റെ ഡിമാൻഡ്സ് ഓർ ലിമിറ്റേഷൻസ് ആയി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ് പോയിന്റ്, dividend yield plus growth method. When the dividends are expected to grow at the constant rate and the dividend payout ratio is constant, this method may be used to compare the cost of equity capital. Under this method, the cost of equity capital is based on present rate of dividend and expected growth rate of dividend. ഇപ്പം എന്താ നോക്കോ, ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡുകൾ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്, ഒരു സർട്ടൺ റേറ്റിൽ ഗ്രോത്തും അതുപോലെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യം കോൺസ്റ്റൻ്റ് ആണെന്നും എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ മെത്തേഡിൽ എന്താണ്, പ്രസൻറ്റ് ഡിവിഡൻഡ് റേറ്റും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റും ബേസിലായിരിക്കും എന്ത് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ദിസ് മെത്തേഡ് ഈസ് ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഇവാലുവേറ്റ് ദി എക്സ്പെക്ടേഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ടു കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. എന്താണ് അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഇൻവെസ്റ്ററുടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വിറ്റിയുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരു മെത്തേഡ് തന്നെയാണ് ഇത് പറയുന്നത് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. ഇൻവെസ്റ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും ഇക്വിറ്റിയുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടി ഏറ്റവും സ്യൂട്ടബിളായ ഒരു മെത്തേഡാണെന്ന് പറയുന്നത് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുക. സെക്കൻഡ് മെറിറ്റ്സ് നമുക്ക് നോക്കാം. ഇറ്റ് എൻഷുവേഴ്സ് ദ ഒപ്റ്റിമം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്. ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻ ഷുവർട്ട് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡും കൂടിയാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. നെക്സ്റ്റ് ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The main difficulty in these approaches is to determine the rate of growth of appreciation expected by a shareholder when he is willing to pay a certain price current dividend. അപ്പോൾ എന്താണെന്ന് നോക്കാം, അതിൻ്റെ ഡിമെറിറ്റ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രസൻറ്റ് ഡിവിഡൻഡിൽ ഒരു സർട്ടൺ പ്രൈസ് നൽകാൻ ഒരു ഷെയർ ഹോൾഡർ തയ്യാറാണെങ്കിൽ എന്നാണ് എക്സ്പെക്റ്റഡ് പ്രൈസ് ഇൻക്രീസിൻ്റെ ഗ്രോത്ത് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുക എന്നതാണിത് ഈ മെത്തേഡിൻ്റെ പ്രധാനമായ ഡിഫിക്കൽറ്റി. നമുക്കറിയാം, ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് നൽകാൻ തയ്യാറാകുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് പ്രൈസ് എത്രയാണ് ഇൻക്രീസ് അതിൻ്റെ ഗ്രോത്ത് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുക എന്നത് വളരെ ഡിഫിക്കൽട്ടി ഒരു മെത്തേഡാണെന്നാണ് അതിൻ്റെ ഡിമെറിറ്റ്സ് ആയി നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ്, ഏർണിംഗ് പ്രൈസ് മെത്തേഡ്. അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ്, ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് ദി ഡിസ്കൗണ്ട് റേറ്റ് ദാറ്റ് ഇക്വിറ്റ്സ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഏർണിംഗ്സ് പെർ ഷെയർ വിത്ത് ദി കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓർ നെറ്റ് പ്രൊസീഡ്സ് പെർ ഷെയർ. എന്താണ് ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഷെയറിൽ നിന്ന് ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനെ പ്രസൻറ്റ് മാർക്കറ്റ് പ്രൈസിലോ അല്ലെങ്കിൽ എന്താണ് ഒരു ഷെയറിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യുന്ന നെറ്റ് പ്രൊസീഡ്സോ
ഈക്വൽ ആകുന്ന ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇതാണ് എന്താ പറയുന്നത് ഏണിംഗ് പ്രൈസ് മെത്തേഡ്. അപ്പോൾ ഏണിംഗ് പ്രൈസ് മെത്തേഡ് ഒരു ഷെയറിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനെ പ്രസൻറ്റ് മാർക്കറ്റ് പ്രൈസോ അല്ലെങ്കിൽ ഒരു ഷെയറിൽ നിന്ന് ലഭിക്കുന്ന നെറ്റ് പ്രൊസീഡ്സോ ആകുന്നു അല്ലേ. ഇങ്ങനെ ആകുന്ന ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടാകും. ആ ഡിസ്കൗണ്ട് റേറ്റിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ കോസ്റ്റിനെയാണ് എന്താ പറയുക ഏണിംഗ് പ്രൈസ് മെത്തേഡ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഓൺ ദി ഫോളോയിങ് കേസസ് അല്ലേ. നമുക്ക് ഏതൊക്കെ കണ്ടീഷനിലാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റിയ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, വെൻ ദി EPS ഈസ് എക്സ്പെക്റ്റഡ് ടു റിമെയിൻ കോൺസ്റ്റൻറ്റ്. EPS എന്ന് ഏണിംഗ് പെർ ഷെയർ ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്, EPS കോൺസ്റ്റൻ്റ് ആണെന്ന് എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണെന്ത് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കുക. സെക്കൻഡ് പോയിന്റ്, വെൻ ദി ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് 100%. ബി എന്താണ് നമുക്ക് പറയുന്നത്, എല്ലാ പ്രോഫിറ്റും എന്താണ് ഡിവിഡൻഡായി നമുക്ക് ഡിവൈഡ് ചെയ്ത് നൽകുമ്പോഴാണെന്ത് മെത്തേഡ് യൂസ് ചെയ്യുക. തേർഡ് പോയിന്റ്, വെൻ എ ഫേം ഈസ് എക്സ്പെക്റ്റഡ് ടു ഏൺ ആൻ എമൗണ്ട് ഓൺ ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വയൽ ഈക്വൽ ടു ദി കറണ്ട് റേറ്റ് ഓഫ് ഏണിങ്സ്. ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നിന്ന് പ്രസൻറ്റ് ഇൻകം റേറ്റിന് ഈക്വലായ എമൗണ്ട്സ് നേടാൻ കമ്പനിക്ക് സാധിക്കുന്നു എന്ന് എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കുക. ഡി പോയിന്റ്, വെൻ ദി ഷെയർ പ്രൈസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഏണിംഗ് പെർ ഷെയർ. ഷെയർ പ്രൈസിനെ EPS ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴും ഈ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് മെറിറ്റ്സും ഡിമെറിറ്റ്സ് ആണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടത്. നോക്കാം മെറിറ്റ്സ്. ദ മെയിൻ merits of earning price method is that consideration future earnings prospects of the company. ഇപ്പം എന്താണ് അതിൻ്റെ മെറിറ്റ്സ് നമുക്ക് പറയാം. കമ്പനിയുടെ ഫ്യൂച്ചർ ഇൻകം പോസിബിളെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നു. ഇതാണ് എന്താ പറയുന്നത് അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഫ്യൂച്ചർ ഇൻകം എത്രയാണോ അത് എത്ര വരാമെന്ന സാധ്യത നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് എന്താ പറയുന്നത് ഏണിംഗ് പെർ ഷെയറിൻ്റെ മെറിറ്റ്സ്. ഡിമെറിറ്റ്സ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കാം. Earnings are not distributed among the shareholders in the form of dividend. അല്ലെ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ടും ഡിവിഡൻഡായി ഷെയർ ഹോൾഡർമാർക്ക് ഡിവൈഡ് ചെയ്ത് നൽകുന്നില്ല എന്നാണ് അതിൻ്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് എത്ര വന്നാലും അതിൻ്റെ ഒരു പാർട്ട് എന്താണ് ഡിവിഡൻഡായി ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു, ഒരു പാർട്ട് അവിടെ നീക്കി വയ്ക്കുന്നു. സെക്കൻഡ് പോയിന്റ്, ഏണിങ്സ് പെർ ഷെയർ കനോട്ട് ബി അസ്യൂംഡ് ടു ദി കോൺസ്റ്റൻറ്റ് അല്ലേ. ഒരു ഷെയറിൽ നിന്ന് ഉള്ള EPS എപ്പോഴും എന്നാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് കരുതാൻ ഒരിക്കലും സാധിക്കുകയില്ല. തേർഡ് പോയിന്റ്, ഷെയർ പ്രൈസ് ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ് ബിക്കോസ് ഇൻവെസ്റ്റ്മെൻറ്റ് റീറ്റെയിൻഡ് ഏണിങ്സ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് അല്ലേ. റീറ്റെയിൻഡ് ഏണിങ്സ് നടത്തുന്ന ഷെയറുകളുടെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനാൽ ഷെയർ പ്രൈസിൽ ചേഞ്ച് ഇല്ലാതെ തുടരാൻ സാധ്യത, അവിടെ ചേഞ്ചസ് വരുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. ചേഞ്ചസ് ഇല്ലാതെ നമുക്കത് തുടരാൻ സാധിക്കുന്നില്ല എന്നാണ് അതിൻ്റെ ലിമിറ്റേഷൻസായി പറയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. When future dividend and market price are uncertain, it is very difficult to estimate the rate of return or investment. In order to overcome this difficulty, the average rate of return actually realized in the past few years by the investor is used to determine the cost of capital. അപ്പോൾ എന്താണ് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, ഫ്യൂച്ചറിലെ ഡിവിഡൻറ്റും മാർക്കറ്റ് പ്രൈസ് അൺസർട്ടൺ ആയിരിക്കുമ്പോൾ ഇൻവെസ്റ്റിൽ നിന്നുള്ള റേറ്റ് ഓഫ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിഫിക്കൽറ്റി ആണെന്ന് അറിയാം. ഈ ഡിഫിക്കൽറ്റി സോൾവ് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യാൻ ഇൻവെസ്റ്റർ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ നിന്ന് ഉള്ള ആക്ച്വലായി ലഭിക്കുന്ന ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺസ് യൂസ് ചെയ്യുന്നു. ഈ മെത്തേഡിൽ റിയലൈസ്ഡ് ഈൽഡ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നമുക്ക് എന്ത് പറയാം അവോയ്ഡ് ചെയ്യും, തുടർന്ന് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വാല്യൂമായി കമ്പയർ ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് പറയുന്ന റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മെത്തേഡ് ഓർ അപ്രോച്ച്.
CAPM എന്നൊക്കെ പറയും. This approach was developed by William F. Sharp, Nobel Prize winner ആണ്. According to these approaches, the return on equity shares depends on the amount of risk associated with it. If more risk is associated with it, it will produce more return. If it is associated with less risk, it will provide less returns. Thus, this model states that as the level of risk increases, the investor would expect higher returns or compensate for the risk that they have taken. There are two types of risk associated with an equity share. These are systematic risk and second unsystematic risk. നോക്കാം എന്താണ് CAPM എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഓർ അപ്രോച്ചസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോമായി വരുന്നത്. ഈ മെത്തേഡ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ വാലി എഫ് ഷാർപ്പ്, അതായത് നോബൽ പ്രൈസ് വിന്നറായ എഫ് ഷാർപ്പാണത് ഈ അപ്രോച്ചസിനെ കുറിച്ച് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അപ്രോച്ചസ് അനുസരിച്ച് ഇക്വിറ്റി ഷെയറുകളുടെ റിട്ടേൺസ് അതിലടങ്ങിയ റിസ്കിൻ്റെ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ റിസ്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് മോർ ഇൻകം ലഭിക്കും. റിസ്ക് കുറവാണെങ്കിലോ വളരെ കുറച്ച് ഇൻകം മാത്രമേ ലഭിക്കുള്ളൂ. ഇതാണത് CAPM എന്നതുകൊണ്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇനി അതിൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് തിയററ്റിക്കലി സൗണ്ട് അല്ലേ, ഇതാണ് വളരെ തിയററ്റിക്കലായിട്ട് ശക്തവും പവർഫുള്ളും ആയ ഒരു മെത്തേഡാണെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഡയറക്റ്റ്ലി കൺസിഡേഴ്സ് the risk as reflected in beta in order to determine the cost of equity അല്ലേ. ഇക്വിറ്റി ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ബീറ്റ റിഫ്ലക്റ്റ് ചെയ്യുന്ന റിസ്കിനെ ഇത് ഡയറക്റ്റ് കൺസിഡർ ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ മെറിറ്റ്സായി നമുക്ക് പറയാൻ സാധിക്കുക. അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദി മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഉൾപ്പെടുത്തുന്നില്ല. മാർക്കറ്റ് പ്രൈസ് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നാണ് ഇതിൻ്റെ മറ്റൊരു ഫസ്റ്റ് ലിമിറ്റേഷൻസ് പറയാൻ സാധിക്കുക. സെക്കൻഡ്, സം പ്രോബ്ലംസ് ആർ ഇൻവോൾവ് ഇൻ ദി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ CAPM മോഡൽ ഇൻ കാൽക്കുലേറ്റിംഗ് ഡേറ്റ അല്ലേ. ഡേറ്റകൾ കളക്ട് ചെയ്യുന്നതിന് ചില പ്രോബ്ലംസ് ഒക്കെ ഇതിലുണ്ട്. തേർഡ് പോയിന്റ്, ബീറ്റ മെഷേഴ്സ് ഓർ റിസ്ക് കൺസിഡേഴ്സ് ഉള്ളി ദ സിസ്റ്റമാറ്റിക് റിസ്ക്. സം ഇൻവെസ്റ്റേഴ്സ് മേ ബി മോർ ഇൻട്രസ്റ്റഡ് ഇൻ ടോട്ടൽ റിസ്ക് അല്ലേ. റിസ്ക് മെഷർ ചെയ്യുവാൻ യൂസ് ചെയ്യുന്ന ബീറ്റ സിസ്റ്റമാറ്റിക് റിസ്കിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്നാൽ ചില ഇൻവെസ്റ്റേഴ്സ് എന്താണ് ടോട്ടൽ റിസ്കിനെ ആയിരിക്കും ഇൻട്രസ്റ്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുക. അവരുടെ താല്പര്യം ടോട്ടൽ റിസ്കിനെ എത്രമാത്രം ടോട്ടൽ റിസ്ക് ഉണ്ടെന്ന് അറിയാനായിരിക്കും ചില ഇൻവെസ്റ്റർമാർ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് തേർഡ് ലിമിറ്റേഷൻസായി നമുക്ക് പറയാൻ സാധിക്കുക. അതുപോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് റിലേറ്റ് ചെയ്യുന്ന ടു ടൈപ്സ് റിസ്കുകളാണുള്ളത്. ഫസ്റ്റ് സിസ്റ്റമാറ്റിക് റിസ്ക്, സെക്കൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. നെക്സ്റ്റ് മെത്തേഡ്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ജനറലി ഇറ്റ് ഈസ് thought of retained earnings do not involve any cost and it is a free source of finance. It is true that there are no explicit cost or retained earnings. The company does not retain any part of its profit and distributes the full amount of profit dividend. The income of equity shareholders would have been increased and they earn to income by investing this amount. Further, the market price would have increased. Thus, the retained earnings involve opportunity cost. The cost of retained earnings may be defined as the opportunity cost of the dividends foregone by the equity shareholders. It is the rate at which the shareholder is not receivable the dividend. It refers the ratio return which shareholders can obligation by investing and after tax ഡിവിഡൻഡ് ഇൻ അതർ സെക്യൂരിറ്റീസ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. നമുക്ക് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് നിന്ന് നമ്മൾ കൈവശം വെച്ച പ്രോഫിറ്റാണ്. എക്സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി വരുന്ന എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഒന്നുമില്ലെങ്കിലും ഇത് നമ്മൾ ഫ്രീ സോഴ്സ് ഫിനാൻസ് ആണെന്ന് കരുതേണ്ടതാണ്. അതുപോലെ തന്നെ
കമ്പനി പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് റീറ്റെയിൻ ചെയ്യാതെ ഫുൾ എമൗണ്ടും ഡിവിഡൻഡായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുകയും ആ എമൗണ്ട് മറ്റെവിടേക്കും ഇൻവെസ്റ്റ് ചെയ്യാതെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നതാണെന്ന് റിയലായി നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലേ. അതുപോലെ റീറ്റെയിൻഡ് ഏണിങ്സിന് എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ട്. ഡിവിഡൻഡ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ എന്താണ് ഷെയർ ഹോൾഡർമാർക്ക് ലോസ് ആകുന്ന ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുക. അപ്പോൾ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റീറ്റെയിൻഡ് ഏണിങ്സിന് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അതുപോലെ ഡിവിഡൻഡ് കൊടുക്കാത്തത് മൂലം അങ്ങനെ ഷെയർ ഹോൾഡർമാർക്ക് ലോസ് ഉണ്ടാകുന്നു അല്ലേ. അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അങ്ങനെ ഉണ്ടാകുന്ന ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കാം. ഈ വീഡിയോ യൂസ്ഫുള്ളായ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.